നമസ്തേ. തിരുവനന്തപുരത്തിന്റെ ദേശീയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണമായ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന തിരുവനന്തപുരം സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. എല്ലാ ഹോട്ടലുകളും ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന്റെ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ പകർപ്പ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരിശോധനാ സമയങ്ങളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഭക്ഷ്യ സംരംഭകർ, പാചകത്തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർച്ച് 1 രാവിലെ 10:30 തൈക്കാട് ഭക്ഷ്യസുരക്ഷാ ഭവനിൽ അവബോധ പരിപാടി നടത്തുന്നു. അന്നദാനവുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ സംരംഭകർ നിർബന്ധമായും ഇതിൽ പങ്കെടുക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പൊങ്കാലയിൽ പങ്കെടുക്കുന്നവർ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ fs1momcircle@gmail.com എന്ന ഇമെയിലിൽ മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അന്നദാനം, ലഘുഭക്ഷണം, ശീതളപാനീയം, ദാഹജല വിതരണം എന്നിവ നടത്തുന്ന സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ മുൻകൂട്ടി എടുത്തിരിക്കണം. രജിസ്ട്രേഷനായി അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷയിൽ കൈൻഡ് ഓഫ് ബിസിനസ് ആയി ഫുഡ് വെൻഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നത് തിരഞ്ഞെടുക്കേണ്ടതും അപേക്ഷകന്റെ പേരിനൊപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് രേഖപ്പെടുത്തുകയുമാണ് വേണ്ടത്. ട്രസ്റ്റ് അല്ലെങ്കിൽ ക്ലബ്ബ് നടത്തുന്ന അന്നദാനത്തിന്റെ രജിസ്ട്രേഷന്റെ ഓൺലൈൻ അപേക്ഷയിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ക്ലബിന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. അന്നദാനം നടത്തുന്നയാളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളുടെ ഫോട്ടോ, ID കാർഡ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത ഫീസ് ഓൺലൈനായി ഒടുക്കുകയും വേണം. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല. നിലവിൽ ഇതിനോടകം അനന്തപുരി ഉണർന്നു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ ഇക്കുറി കലം കച്ചവടം ഒരു പടി മുന്നിലാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള കലങ്ങൾ മാസങ്ങൾക്ക് മുന്നേ ഇടനാഴികളിലും നടവഴികളിലും ഇടം പിടിച്ചു കഴിഞ്ഞു. പൊങ്കാലയ്ക്കായി കലം മാത്രമല്ല, ചൂട്ടും കൊതുമ്പും വരെ ഇവിടെ കിട്ടും. കരമനയാറിന്റെ പാലത്തിനിപ്പുറം മുതൽ നഗരത്തിൽ എല്ലായിടത്തും ഫുട്പാത്തുകളിൽ വിൽപ്പനക്കാരുടെ കലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ഉത്സവം കൊടിയേറിയാൽ കച്ചവടവും തകൃതിയാകും. സ്ത്രീകളുടെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള കലം വിൽപ്പനയിലും മേധാവിത്വം സ്ത്രീകൾക്ക് തന്നെയാണ്. കരമന മുതൽ കിഴക്കക്കോട്ട വരെയും കച്ചവടത്തിന് മുന്നിൽ സ്ത്രീകളാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് പൊങ്കാലയ്ക്കെത്തുന്നവരെ തേടി ഇവരും കാത്തിരിക്കുകയാണ്. കച്ചവടത്തിനായി ആഴ്ചകൾക്ക് മുൻപേ വന്ന് വഴിയോരങ്ങളിൽ താമസിച്ച് പൊങ്കാലയുമിട്ട ശേഷമാണ് ഇവർ മടങ്ങുക.